റബ്ബർ കൃഷി വ്യാപന പദ്ധതിയിൽ നിന്നും കേരളത്തിലെ കർഷകരെ അവഗണിച്ചിരിക്കുകയാണ് ആത്മ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും റബ്ബർ കൃഷി വ്യാപനത്തിന് 1100 കോടി രൂപയാണ് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ആത്മ നീക്കിവച്ചിരിക്കുന്നത്. MRF ഉൾപ്പെടെയുള്ള വൻകിട ടയർ കമ്പനികളുടെ സംഘടനയാണ് ഈ ആത്മ. MRFും സിയറ്റും അപ്പോളയും ഉൾപ്പെടെയുള്ള വൻകിട ടയർ കമ്പനികൾ ഉൾപ്പെടുന്നതാണ് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആത്മ. ഇവരുടെ CSR ഫണ്ട് വഴി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി വ്യാപനത്തിന് 1100 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇതുവഴി 30% സ്ഥലത്ത് റബ്ബർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ പദ്ധതിയിൽ നിന്നും കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ആത്മ. ഈ ഘട്ടത്തിൽ കേരളത്തിലെ കർഷകരെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റബ്ബർ ബോർഡ് അംഗം N. ഹരി. ഇന്ന് ഏതാണ്ട് 40% റബ്ബർ കേരളത്തിലെ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുകയാണ്. വേറൊരു വശം എന്ന് പറയുന്നത് അതായത് പുതിയ റീപ്ലാന്റേഷൻ നടക്കുന്നില്ല. അവിടെ മറ്റ് കൃഷികളിലേക്ക് തേടി കേരളത്തിലെ കർഷകർ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ളതിനേക്കാൾ കൂടുതൽ തരിശായ സ്ഥലങ്ങളിലേക്ക് ഈ കേരളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗണത്തിൽപ്പെടുത്തിയിട്ട് കുറച്ച് പണം അല്ലെങ്കിൽ കേരളത്തിലൂടെ തരണം എന്നുള്ള നിലയിൽ അതിന് കേന്ദ്ര സർക്കാരുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ളൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. റബ്ബർ വിലയിടിവ് മൂലം കേരളത്തിലെ റബ്ബർ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഈ ഘട്ടത്തിലൊന്നും റബ്ബർ ബോർഡോ ആത്മയോ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി കാര്യമായ ഒരിടപെടലും നടത്തിയില്ല. എന്നാൽ റബ്ബർ ബോർഡ് അംഗവും BJP നേതാവുമായ N. ഹരിയുടെ ഇപ്പോഴത്തെ നീക്കം കർഷകരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന ആരോപണവും ശക്തമാണ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.